ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ല. അപ്പോൾ അതേ ഇന്നലത്തെ ഡിന്നറൊക്കെ കഴിച്ച് സുഖമായി കിടന്നിറങ്ങി രാവിലെ എണീറ്റു. അപ്പോൾ ഇനി ഇന്ന് ഇവിടുന്ന് വെക്കറ്റ് ചെയ്യാണ്. അപ്പോൾ വേഗം നമ്മൾ റെഡിയായി താഴെ പോയി. അവിടെ അടിപൊളി ബട്ടൂരയും ചനയും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബ്രെഡും ബട്ടറും ജാമും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മാത്രമല്ല, ഇഡ്ഡലിയും സാമ്പാറും കോൺഫ്ലെക്സും മഫിനും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഓംലെറ്റും കൂടെ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അവർ റെഡിയാക്കി തന്നു. പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ്, പിന്നെ നമ്മുടെ സ്വന്തം ചായ. അതല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ആവത്തില്ലല്ലോ. അപ്പോൾ അതും കൂടെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത് കൂടാതെ ഞാൻ പറഞ്ഞില്ലേ മഫിനും അതേപോലെ കുറേ ഉണ്ടായിരുന്നു. ഞങ്ങൾ ലാസ്റ്റാണ് ചെന്നത്, അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാം തീരാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് മുഴുവനും തീർന്നായിരുന്നു. അപ്പം അതൊക്കെയാണ് അവിടുത്തെ ഫുഡുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ വേഗം കഴിച്ചിട്ട് നേരെ റൂമിൽ കയറി വേഗം റെഡി ആവണം. കാരണം ഞങ്ങൾക്ക് ഇന്ന് 10-11 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ട് വേണം മൂന്നാർ ടൗണിൽ പോകണം. അവിടുന്ന് 12:30 ഞങ്ങൾക്ക് ഒരു ട്രിപ്പ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. KSRTCയുടെ റോയൽ വ്യൂ ബസ്സിലാണ്. അതായത് ഡബിൾ ഡെക്കർ ബസ്സാണ് കേട്ടോ. അപ്പോൾ അതിലാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ സമയത്ത് അവിടെ എത്തിച്ചേരണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ റൂമിൽ കയറി വേഗം റെഡിയായി 11 മണിയോടുകൂടി ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ നിന്ന് നമുക്ക് ടാക്സിയോ ഓട്ടോയോ എന്ത് വേണമെങ്കിലും നമ്മൾ ചോദിച്ചാൽ കിട്ടും. ജീപ്പാണെങ്കിൽ ജീപ്പ്, നമ്മുടെ ആവശ്യം പോലെ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഒരു ഓട്ടോ മതി. സോ ഞങ്ങൾ ഓട്ടോയാണ് ബുക്ക് ചെയ്തത് കേട്ടോ. അപ്പം അത് നമ്മളെ അവിടെ വന്ന് പിക്ക് ചെയ്യും. അവിടെ നിന്ന് നേരെ നമ്മളെവിടെയാണോ പറയുന്നത് അവിടെ അവർ കൊണ്ടുവിടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ ഓട്ടോ ബുക്ക് ചെയ്തു. നേരെ KSRTC ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് നമ്മുടെ റോയൽ വ്യൂ ബസ്സിൻ്റെ KSRTCയുടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് നിന്നപ്പോൾ തന്നെ നമ്മുടെ ബസ്സിങ് എത്തി. അത് മോർണിംഗിലെ ട്രിപ്പെല്ലാം കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഇതെടുത്ത് ഇങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ അത് കയറി ഇരിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളും നോക്കി നിന്നില്ല, ഞങ്ങളും വേഗം അതിലെല്ലാം കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ബസ്സിൻ്റെ ഭംഗി കണ്ടിട്ട് നമുക്ക് അങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. അടിപൊളി സൂപ്പർ, നല്ല വൃത്തിയുള്ള നല്ല ബസ്സാണ്. പിന്നെ ഇതിലെ കണ്ടക്ടറിൻ്റെയും ഡ്രൈവറിൻ്റെയും സർവീസ് നമുക്ക് പറയാതിരിക്കാൻ പാടില്ല. അത്രയ്ക്ക് ജോളിയായിട്ടുള്ള അടിപൊളി നല്ല 2 പേരാണ് കേട്ടോ. നമുക്കെല്ലാം പറഞ്ഞു തരും. അതും ഓരോരുത്തരോടും, അതിലെത്ര പേരുണ്ട് ഓരോരുത്തർക്കും ഓരോ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് എല്ലാവരോടും വന്ന് പറഞ്ഞു തരും. അതാണ് അവരുടെ ഒരു സർവീസ്. അടിപൊളി സർവീസാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഉയരത്തിലിരുന്ന് ആ താഴോട്ടൊക്കെ നോക്കുമ്പോൾ അവിടെ കിടക്കുന്ന ബസ്സുകളൊക്കെ ഞങ്ങൾക്ക് ചെറുതായിട്ട് തോന്നിയത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, മുകളിലിരിക്കുന്നതിന് 400 രൂപയും താഴെ ഇരിക്കുന്നതിന് 200 രൂപയുമാണ്. മേളിലിരിക്കുന്ന വ്യൂ ആണ് കുറച്ചും കൂടി അടിപൊളി കേട്ടോ. താഴെ ഇരിക്കുന്ന നമ്മൾ നോർമൽ ഒരു ബസ്സിൽ പോകുന്ന പോലെയാണ്. പക്ഷേ ഈ ഡബിൾ ഡെക്കറിൽ മേളിലിരിക്കുന്നതാണ് അടിപൊളി വ്യൂ. താഴെ നിൽക്ക് ബസ്സൊക്കെ കിടക്കുന്ന കാണാം. അതൊക്കെ നമുക്ക് ഈ 3000 അടി ഉയരത്തിലിരിക്കുന്ന മൂന്നാറിന് ഡബിൾ ഡെക്കർ ബസ്സിന് മുകളിൽ ഇരുന്നിട്ട് കാണുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല മക്കളെ. അത്രയ്ക്ക് സൂപ്പർ വ്യൂ ആണ്. നമ്മളിങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലോ, ഒരു പണ്ടത്തെ രാജാക്കന്മാരെ പല്ലക്കിൽ പോകുന്ന പോലത്തെ ഒരവസ്ഥയാണ്. കാരണം എല്ലാവരും ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കും. എനിക്ക് തോന്നുന്നു ഈ മൂന്നാർ ടൗണിൽ കൂടെ ഈ ഒരു ബസ് ഒരു ദിവസം 3 തവണ പാസ് ചെയ്യുന്നുണ്ട്. എന്നാലും ആ ടൗണിലുള്ളവർ ഈ ബസ് ഇങ്ങനെ പോകുമ്പോൾ നോക്കി നിൽക്കുന്ന കാണുമ്പം നമുക്ക് തന്നെ ഈ ബസ്സിനോടൊരു ആരാധന തോന്നും. അത്രയ്ക്ക് കംഫർട്ടബിളും നല്ല സ്റ്റൈലിഷുമായിട്ടുള്ള നല്ലൊരു അടിപൊളി ബസ്സാണ് കേട്ടോ. അപ്പം താഴെ കൂടെ പോകുന്ന വാഹനങ്ങളെയൊക്കെ നോക്കി നിർത്തി മൂന്നാർ ടൗണിൻ്റെ നടുവിലൂടെ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്തു. ടൗണൊക്കെ കടന്ന് നമ്മളിതേ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഇതിനകത്ത് ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന ഡബിൾ ഡെക്കറിൻ്റെ മുകളിൽ ഫ്രണ്ട് സീറ്റ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതിനൊരു 3-4 മാസം മുമ്പെങ്കിലും ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സീറ്റ് അവൈലബിൾ ആയിട്ട് കിട്ടത്തുള്ളൂ. കാരണം ഞങ്ങൾ ഫ്രണ്ട് ഇരുന്നോട് ചോദിച്ചു, നിങ്ങൾ എന്താ ബുക്ക് ചെയ്തതെന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളൊരു 4 മാസം മുമ്പേ ബുക്ക് ചെയ്തു. കാരണം ഇൻ കേസ് എന്തെങ്കിലും കാരണത്താൽ അവർക്ക് ഇത് ക്യാൻസൽ ചെയ്യേണ്ട വന്നാലും റീഫണ്ട് ഉണ്ട്. പിന്നെ എന്തിനാ പേടിക്കണേ? അതുകൊണ്ട് അവരെന്തായാലും 4 മാസം മുമ്പേ ബുക്ക് ചെയ്തു. പറ്റുവാണെങ്കിൽ ആ സമയത്ത് വരുമില്ലെങ്കിൽ ക്യാൻസൽ ചെയ്യും. അതപ്പം നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. എന്ന് പറഞ്ഞുകൊണ്ട് ആരും മിസ്യൂസ് ഒന്നും ചെയ്യില്ലേ കേട്ടോ. ആവശ്യക്കാർ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നേരത്തെ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫ്രണ്ട് സീറ്റ് കിട്ടും. അവിടെ ഇരിക്കുന്ന വ്യൂ അടിപൊളിയാണ്. നമുക്ക് ഫ്രണ്ട് സീറ്റിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് കിട്ടിയത്. എന്നാലും എനിക്ക് ആ ഫ്രണ്ട് സീറ്റിനോടായിരുന്നു ഒരു ആഗ്രഹം. പക്ഷേ നമുക്കത് കിട്ടിയില്ല. എന്നാലും കുഴപ്പമില്ല, ഉള്ളത് വെച്ച് തൃപ്തിപ്പെടാം. നമ്മൾ പറ്റുന്ന പോലെയൊക്കെ എന്ന് വെച്ചാൽ ഫ്രണ്ട് സീറ്റ് ഇരിക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കുമ്പം ഫ്രണ്ടിൽ ഇരിക്കുന്നവരുടെ തലയും ഒക്കെ ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. സോ അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. എന്നാലും ഞാൻ സൈഡിൽ കൂടെ മാക്സിമം എന്നെ കൊണ്ട്
പറ്റുന്ന പോലെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇതാണ് മൂന്നാറിൻ്റെ ആ ടൗണിലെ ഒരു പാലം കേട്ടോ. അപ്പം ദേ നമ്മൾ ഈ ഒരു പാലമൊക്കെ പാസ് ചെയ്ത് നേരെ നമ്മുടെ കാഴ്ചകളിലേക്ക് മൂന്നാറിൻ്റെ മലനിരകളും തേയിലത്തോട്ടങ്ങളും ഒക്കെ കാണാനായിട്ട് പുതിയ റോഡൊക്കെ സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ദിവസത്തെ ട്രിപ്പിന് വന്നാലും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഈ ഒരു ബസ്സിൻ്റെ ഓപ്ഷൻ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അവൈലബിൾ ആണ്. അപ്പോൾ ഏത് സ്ലോട്ട് വേണേലും നമ്മുടെ സൗകര്യം പോലെ നമുക്കിത് ബുക്ക് ചെയ്യാം. രാവിലെ 6:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് സ്ലോട്ട്, സെക്കൻഡ് 12:30ക്കും, തേർഡ് എനിക്ക് തോന്നുന്നു 4 ആണെന്ന് തോന്നുന്നു, 4:30 ആ ടൈമിലാണ്. അപ്പോൾ ഏതെടുത്താലും സൂപ്പറാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഈവനിങ്ങിലേത് അധികം എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഓൾമോസ്റ്റ് ഒരു 3:30, 4 ആകുമ്പോഴത്തേക്ക് ഇവിടെ കോട ഇറങ്ങി കുറച്ച് ഒരു രാത്രിയിലേക്ക് കിടക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കാഴ്ചകൾ അധികം അങ്ങോട്ട് കിട്ടത്തില്ല. ഉച്ച സമയമായാലും കോടയുണ്ട്, എന്നാൽ പോലും നമുക്ക് ഒരു സൺലൈറ്റും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും വ്യൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഇഷ്ടം പോലെ ചൂസ് ചെയ്യുക. 6:30 മോർണിംഗും ആഫ്റ്റർനൂൺ 12:30 ഈ 2 സ്ലോട്ടും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതെ, ഇവർ നമ്മളെ ആദ്യമേ ഒരു ടീ പ്ലാന്റേഷനകത്താണ് കൊണ്ടുപോയത് കേട്ടോ. കഴിഞ്ഞ ദിവസത്തേക്കാളും ഞങ്ങൾ പോയതിനേക്കാളും കുറേ കൂടി വിശാലമായ ഒരു ടീ പ്ലാന്റേഷനാണ്. അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാം. പിന്നെ ഈ ബസ്സിൽ വന്നവരെല്ലാവരും ഉണ്ടല്ലോ പല പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്. രണ്ടാമതും മൂന്നാമതും ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ദേ നമ്മളവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നമ്മുടെ നേരെ ഇരിക്കുന്ന ആ ചേട്ടന്മാരില്ലേ, അവരിത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. ആദ്യത്തെ പ്രാവശ്യം അവർ താഴെയാണ് ഇരുന്നത്. അപ്പോൾ അവിടെ മുകളിലിരിക്കുന്ന നാഗരം കൊണ്ട് ബുക്ക് ചെയ്തിട്ട് വന്നവരാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ കുറേ കൂടി അറിയാം. അപ്പോൾ അവർ നമ്മളോട് എല്ലാം മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന പോലെ നമുക്കെല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ അവർ ഓരോ കാര്യങ്ങളും പറഞ്ഞായിരുന്നു. പ്ലസ് നമ്മുടെ കണ്ടക്ടർ ചേട്ടനാണെങ്കിലും എല്ലാം നമ്മൾ ഇറങ്ങുമ്പോൾ ആ വാതിക്കെ വന്നിരിക്കും. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ പറയും നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇന്ന സ്പോട്ടിലാണ്, ഇവിടെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. അതുകൊണ്ട് നമുക്ക് ഒന്നും സെർച്ച് ചെയ്യേണ്ടോ അന്വേഷിക്കേണ്ടോ ആരോടും ചോദിക്കേണ്ടോ ഒന്നും ആവശ്യം വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് നമ്മളെ പറഞ്ഞു തന്ന് കൊണ്ടുപോകുന്ന ഒരു ടീമാണ് KSRTCയുടേത്. അതെനിക്ക് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. അപ്പോൾ അതേ നമ്മളിവിടെ ഇറങ്ങി നമ്മുടെ ബസ്സിലുള്ളവരൊക്കെ ഭയങ്കര ചില്ലായിട്ടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പം അവരും ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യാമായിരുന്നു. ഇപ്പോൾ ദേ നമ്മൾ ആ ടീ പ്ലാന്റേഷനിൽ അടുത്ത സ്പോട്ടിലെത്തി. ഈ ഒരു സ്പോട്ടിൻ്റെ പേര് എന്തോ കള്ളൻ ഗുഹ അങ്ങനെ എന്തോ സംഭവമാണ്. അപ്പം ഇവിടെ നമ്മളെത്തി. അപ്പോൾ ഇവിടെ നമുക്ക് ചായ കുടിക്കാനൊക്കെ സമയം ഉണ്ടായിരുന്നു. അപ്പം നമ്മളോട് പറഞ്ഞു കാഴ്ചകളൊക്കെ കണ്ട് ഇതിനുള്ളിലൊക്കെ പോയി കയറി ഇറങ്ങി പിന്നെ വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് കയറിക്കോളാം. എല്ലായിടത്തും ഒരു 5-10 മിനിറ്റ് നമുക്ക് ടൈം തരും കേട്ടോ. അപ്പോൾ ആ സമയത്ത് ടൈം എൻഡ് ആകുമ്പോൾ കണ്ടക്ടർ ഒരു വിസിലടിക്കും. അപ്പോൾ എവിടെ ആയാലും നമ്മൾ ഓടിയ ബസ്സിൻ്റെ അടുത്ത് എത്തണം, ബസ്സിൽ കയറണം. അത്രയേ ഉള്ളൂ ഡിമാൻഡ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ നമ്മളെ അയച്ചു വിട്ടിരിക്കുകയാണ്. അപ്പോൾ അതേ നമ്മുടെ ബസ്സിനുള്ളവർ ഉള്ളവരായിരുന്നു ഈ കയറിയത് മുഴുവൻ. അപ്പോൾ അവരൊക്കെ ഇറങ്ങിയിട്ട് എനിക്കൊന്ന് അകത്തേക്ക് കയറണം എന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ ഞാനും നമ്മുടെ ക്യാമറയുമായിട്ട് അകത്തേക്ക് പോയി കേട്ടോ. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു കുഞ്ഞൊരു ഗുഹ, ഒരു ആൾക്ക് കഷ്ടിച്ച് 2 പേർക്ക് ഒരുമിച്ച് നടക്കാൻ പറ്റില്ല, ഒരാൾക്ക് നേരെ നടക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് ഇരുട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മളവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ മഞ്ഞ് ഇങ്ങനെ കയറി കോട ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബസ് അതിലിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഈ ബസ് റോഡിൻ്റെ നടുക്ക് ആ മഞ്ഞത്തിങ്ങനെ നിൽക്കുമ്പോഴല്ലോ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ബസ്സിൻ്റെ കളറ് വരുന്നത്. അടിപൊളി വ്യൂ ആണ് മക്കളെ, അടിപൊളി വ്യൂ. അപ്പോൾ എന്തായാലും മൂന്നാറിൽ പോകുന്നവർ ഈ ഒരു സംഭവം ഒരു വട്ടമെങ്കിലും നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് ചൂസ് ചെയ്ത് നിങ്ങൾ എന്തായാലും ഇതിലൊന്ന് യാത്ര ചെയ്യണം. ഇത് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ലെന്ന് ഞാൻ 100% ഉറപ്പ് തരാം. അത്രയ്ക്ക് അടിപൊളിയാണ്. പിന്നെ നമ്മുടെ KSRTCയുടെ സർവീസും നല്ലതാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും പണ്ടത്തെ പോലൊന്നുമല്ല, നമ്മുടെ സർവീസുകളൊക്കെ ഒത്തിരി നന്നായിട്ടുണ്ട്. ഒത്തിരി ദൂരം മുമ്പിലേക്ക് എത്തിയിട്ടുണ്ടെന്നല്ല ഒത്തിരി അഭിമാനവും സന്തോഷവും തോന്നുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മൾ വീണ്ടും ഈ ടീ പ്ലാന്റേഷനൂടെയൊക്കെ നടന്ന് നമ്മൾ പോയി ഒരു വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വണ്ടി നിർത്തി തന്നു. ഇവിടെയും നമുക്ക് കഴിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ അവർ നമുക്ക് സമയം തന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ നമുക്ക് ആസ്വദിച്ച് ഫോട്ടോയോ വീഡിയോയോ എത്ര വേണമെങ്കിലും എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അത്രയും സമയം അവരവിടെ വെയിറ്റ് നമുക്ക് തരും. ഏകദേശം ഒരു 10 മിനിറ്റ്, നമുക്ക് ആ 10 മിനിറ്റ് ധാരാളമാണ് കേട്ടോ. നമുക്ക് ഒത്തിരി പേര് നമ്മുടെ ബസ്സിൽ വരുന്നവരെല്ലാം ഭയങ്കര കോപ്പറേറ്റീവും കൂടെ ആയിരുന്നുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും എല്ലാത്തിനും ഭയങ്കര നല്ലതായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ നിന്നും കുറേ ഫോട്ടോസും കുറേ വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം
അതെല്ലാം കഴിഞ്ഞിട്ട് നോക്കും അവിടെ ഉപ്പിലിട്ട കുറേ ഐറ്റംസ് ഇപ്പം തന്നെ എൻ്റെ നാക്കിൽ വെള്ളം വരും. അപ്പോൾ അതെല്ലാം നമ്മൾ നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രാവൽ ആയതുകൊണ്ട് ഞങ്ങൾ അധികം ഒന്നും മേടിക്കാൻ നിന്നില്ല. കാരണം ഇൻ കേസ് എന്തെങ്കിലും ഫുഡ് പോയ്സൺ അടിച്ച് കഴിഞ്ഞാൽ അത് പണി കിട്ടുമല്ലോ എന്ന് മേടിച്ചിട്ട് ഞങ്ങൾ അതൊന്നും മേടിച്ചില്ല. ഞങ്ങൾ ഇടയ്ക്ക് ഇറങ്ങിയപ്പോൾ ഒരു ചായ ഓൾറെഡി കുടിച്ചിട്ടുണ്ടായിരുന്നു, ചായയും ബജ്ജിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടി കഴിച്ച് ഇനി വയറ് കേടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളത് സ്കിപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. ഈ പോകുന്ന വഴിക്കൊക്കെയുള്ള കാഴ്ചകൾ അടിപൊളിയാണ്. നമുക്ക് എത്ര ഫോട്ടോ എടുത്താലും എത്ര വീഡിയോ എടുത്താലും മതി വരാത്ത പോലെ നമ്മളെ കൊതിപ്പിക്കുകയാണ് മൂന്നാർ. എവിടെ ക്യാമറ വെച്ചാലും അടിപൊളി ഷോട്ട് നമുക്ക് കിട്ടും. അത്രയ്ക്ക് നല്ല വ്യൂസുമൊക്കെയുള്ള സുന്ദരിയായ മൂന്നാർ ഇങ്ങനെ പച്ച പരവതാനി വിരിച്ചിങ്ങനെ കിടക്കുകയാണ് ശരിക്കും. അതിനകത്തൊരു മാറ്റമില്ല. നല്ലതായിട്ട് നമ്മുടെ ഭൂമിയുടെ ഭംഗി എത്ര, നമ്മുടെ നേച്ചർ എത്ര ബ്യൂട്ടിഫുള്ളാന്ന് നമുക്ക് വീണ്ടും വീണ്ടും തോന്നിപ്പോവും. അപ്പോൾ നമ്മുടെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് നമ്മൾ ഓരോ സ്ഥലങ്ങൾ എല്ലാ ഷോട്ടുകളിനകത്ത് ആഡാക്കിയിട്ടുണ്ടെന്ന് തന്നെ എനിക്കറിയില്ല. കാരണം അത്രമാത്രം നമ്മൾ ഈ ബസ്സിലുണ്ടായിരുന്നു. ഒരു 3-4 മണിക്കൂർ നമുക്ക് ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ 4 മണിക്കൂർ എന്തായാലും വീഡിയോ ഇടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഒരു 15 മിനിറ്റിൽ ഈ ഒരു വീഡിയോ ഒതുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുറേയൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ചൊക്കെ ഫാസ്റ്റാക്കിയൊക്കെയാണ് ഈ ഒരു വീഡിയോ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ KSRTC ഇത്രയും ചിലവ് കുറഞ്ഞ് നമുക്ക് വേണ്ടിയിട്ട് ഒരു സൗകര്യം ഒരുക്കി വെക്കുമ്പോൾ ആ ഒരു ഓപ്ഷൻ എന്തായാലും നമ്മൾ സ്കിപ്പ് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് ഇത് ശരിക്കും ഒരു നഷ്ടമാവില്ല. ഉറപ്പായിട്ടും ഇത് നമുക്കൊരു അടിപൊളി വേറൊരു മൊമെൻ്റ് ആയിരിക്കും. ഇങ്ങനെ നമ്മൾ ചുരമൊക്കെ ഇറങ്ങി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന പോലെ അടിപൊളിയായിട്ട് നമുക്ക് ഈ മൂന്നാറിൻ്റെ കാഴ്ചകളിലേക്ക് ഇറങ്ങി ചെല്ലാനും കാഴ്ചകൾ കാണാനും ഒക്കെ സാധിക്കും. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാട്ടൊക്കെ പാടി. പിന്നെ ഇതിനേക്കാൾ രസം എന്താണെന്ന് വെച്ചാൽ ഈ ബസ്സിൽ അടിപൊളി പാട്ടുകൾ. നമ്മൾ ടൂറിസ്റ്റ് ബസ് പണ്ട് സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്ന ഓർമ്മയില്ലേ? അപ്പം ആ ഒരു ഓർമ്മയെ കവച്ച് വെക്കുന്ന രീതിയിലാണ് ഈ ബസ്സിലുള്ള പാട്ടുകൾ അവർ സെലക്ട് ചെയ്തിട്ടേക്കുന്നത് കേട്ടോ. അത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് എനിക്കത് പ്ലേ ചെയ്യാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ ഈ ബസ്സിലെ പാട്ട് അടിപൊളിയാണ്. നമുക്ക് ഇരിക്കാൻ പറ്റില്ല, നമ്മളിങ്ങനെ തുള്ളി തുള്ളി നിൽക്കും. അത്രയ്ക്ക് വൈബുള്ള പാട്ടുകളൊക്കെയാണ് കേട്ടോ ഇതിലിട്ടേക്കുന്നത്. ഇപ്പം നമ്മൾ പുള്ളിവാസൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. പുള്ളിവാസൽ ഓർ പള്ളിവാസൽ അങ്ങനെ എന്തോ സംതിങ് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങി, ഇവിടെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഇതൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയും പോകുന്ന സ്ഥലങ്ങളൊക്കെ ആനയൊക്കെ ഇറങ്ങുന്നതാണ്. പിന്നെ ഈ ഒരു താഴ്വാരമാണ് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇതും അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ. ഇവിടെയും നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ ആന ഇറങ്ങിയ സ്ഥലമാണ്. അപ്പം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുകയാണ്. എല്ലാവരും യാത്ര കഴിഞ്ഞതിൻ്റെ ഒരു വിഷമം ശരിക്കും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെയും മുഖത്തത് കാണാമായിരുന്നു. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ്. ചുമ്മാ ഇരുന്നാൽ മതി. പ്രകൃതി എന്തായാലും നമ്മൾ അനുഗ്രഹിച്ച പോലെ നമുക്ക് തിരിച്ചു പോയപ്പോൾ ഒരു അടിപൊളി മഴയും കൂടെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു മഴയും ഒക്കെ ആയിട്ട് ഈ ട്രിപ്പ്, ഈ കാഴ്ചകളിലൂടെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അടിപൊളി. ഇനിയും മൂന്നാറിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹത്തോടെ മൂന്നാറിൻ്റെ നല്ല നല്ല കാഴ്ചകളിലൂടെ ബൈ പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിക്കുകയാണ്. നമ്മൾ വീണ്ടും പോകുന്ന ഇതേ വഴി കൂടെയാണ്. അപ്പോൾ ആ വഴിയിലെ കാഴ്ചകളും ഒക്കെ കണ്ട് നമ്മൾ മനസ്സ് നിറഞ്ഞാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു മൂന്നാറിൻ്റെ നമ്മുടെ സെക്കൻഡ് ഡേ എന്ന് പറയുന്നത്. ഇനി ഞങ്ങൾ ഈ ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ നിന്ന് അടുത്ത ബസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് 5:30-ക്കാണ്. ഈ ബസ് എന്തായാലും 4 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റാൻഡിലെത്തും. പിന്നെ 1 മണിക്കൂർ അവിടെ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ലഞ്ച് ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചിട്ടില്ലായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതായതുകൊണ്ട്. അപ്പോൾ ലഞ്ച് കൂടെ ഞങ്ങൾ എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും കിട്ടുന്നത് എന്താണോ അത് കഴിക്കാം, എന്നിട്ട് നേരെ ബസ്സിൽ കയറിയിരിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ പ്ലാനിങ് വന്നത് കേട്ടോ. അപ്പം മൂന്നാറിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് ആ വഴി കൂടെയൊക്കെയാണ് നമ്മൾ പോയത് കേട്ടോ. അപ്പോൾ അതേ വഴി കൂടെ നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇനി എന്തായാലും ഞങ്ങൾ ഉറപ്പായിട്ടും ഒരിക്കൽ കൂടി എന്തെങ്കിലും അവസരം കിട്ടിയാൽ ഈ ബസ് സെലക്ട് ചെയ്ത് ആ ഫ്രണ്ടിലത്തെ സീറ്റ് ഇനി ഞങ്ങളുടെ ലക്ഷ്യമാണ് കേട്ടോ. അതിന് നേരത്തെ ബുക്ക് ചെയ്യണം എന്നത് മാത്രമാണ് ആകെപ്പാടെ ഒരു പ്രശ്നം. അതെല്ലാവരും നേരത്തെ നോക്കിക്കണ്ട് ബുക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അത് കിട്ടൽ കുറച്ച് സാഹസകരമാണ്. അപ്പോൾ കിട്ടുന്നവരെന്തായാലും ആ സീറ്റൊക്കെ ബുക്ക് ചെയ്ത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യും കേട്ടോ. അടിപൊളി വ്യൂ ആണ്. നമുക്ക് മുന്നിൽ തടസ്സങ്ങളൊന്നുമില്ല.
നല്ല രീതിയിൽ നമുക്ക് കാഴ്ചകൾ കണ്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക, ഒരു റൈഡേലിരിക്കുന്ന പോലെ നല്ല രീതിയിൽ നമുക്ക് ഈ ബസ്സിൻ്റെ ഫ്രണ്ടിലിരുന്ന് റൈഡ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. അതെ, കോടയെല്ലാം ഇറങ്ങി റോഡിലേക്ക് നമുക്ക് കോട നന്നായിട്ട് കാണാം. അപ്പം നമ്മുടെ കോടയൊക്കെ എന്താണ് വകഞ്ഞ് മാറ്റിയാണ് നമ്മുടെ ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു മൂന്നാറിൽ റോഡുകളൊക്കെ വളരെ നന്നാക്കുന്നുണ്ട്. അവിടെ റോഡ് പണിയൊക്കെ പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് ഇനി നമുക്ക് ഇതുവരെ ഒറ്റ വരിയായിരുന്നു, ഒപ്പം 2 വരിയായി. ആ 2 വരി കൂടി സുഖമായിട്ട് വാഹനം ഓടിച്ച് ഇനിയും ചെല്ലുന്നവർക്കൊക്കെ അവിടെ പോകാനും കൂടെ പറ്റും. അപ്പോൾ നമ്മുടെ യാത്രകളൊക്കെ കുറേ കൂടി സിമ്പിളാവും. ബ്ലോക്കുകളും കാര്യങ്ങളും ഇല്ലാതെ വിശാലമായിട്ട് നമുക്ക് പോയി കണ്ട് വരാൻ പറ്റും. അപ്പോൾ അതേ നമ്മളത് KSRTC സ്റ്റാൻഡ് നമ്മുടെ ബുക്ക് ചെയ്ത ബസ്സിലെത്തി. ഇപ്പം 3-4 കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും നല്ല വീഡിയോ രാത്രി. ബൈ.